ഹലോ കൂട്ടുകാരെ, PSC ക്യാപ്സുൽ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉപദ്വീപീയ നദികളിൽ ഗോദാവരിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതും ഗോദാവരിയാണ്. ഈ ഉപദ്വീപീയ നദിക്ക് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് പെൻസുലാർ റിവർ. ലാർജസ്റ്റ് പെൻസുലാർ റിവറാണ് ഗോദാവരി. ചിലപ്പോൾ ഇംഗ്ലീഷിൽ പെൻസുലാർ റിവർ എന്ന് തന്നാൽ തെറ്റപ്പോലെ, അതിന് വേണ്ടിയിട്ടാണ് ആ പേരും കൂടെ തന്നെ. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ ദക്ഷിണേന്ത്യൻ നദിയാണ് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ ദക്ഷിണേന്ത്യൻ നദി. അപ്പം നമ്മൾ ഗോദാവരിയെ പറ്റി 3 പോയിൻറ്റ്സ് പഠിച്ചു. ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, പൂർണ്ണമായും ഇന്ത്യയിലൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ്, കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ ദക്ഷിണേന്ത്യൻ നദി. നെക്സ്റ്റ്, ഗോദാവരി നദിയുടെ ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടാണ് കൊറിങ്ക. കൊറിങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോദാവരി നദിയുടെ ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടാണ്. ദക്ഷിണഗംഗ എന്നും ഗോദാവരി അറിയപ്പെടുന്നു. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ്? ഇത് ഉദ്ഭവിക്കുന്നത് ഇവിടെയാണ്, ത്രയംബകേശ്വർ. നാസിക് ഡിസ്ട്രിക്റ്റിലെ ത്രയംബകേശ്വർ എന്ന് പറയുന്ന ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടെയാണ് നാസിക് എന്ന് പറഞ്ഞാൽ? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് നാസിക്. അവിടെ ത്രയംബകേശ്വർ എന്ന് പറയുന്നവിടെ നിന്നാണ് ഗോദാവരി ഉദ്ഭവിക്കുന്നത്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗോദാവരി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, കർണാടക. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗോദാവരി ഒഴുകുന്നത്. ഏതൊക്കെയാണ് അതിൻ്റെ പോഷക നദികൾ? ട്രിബ്യൂട്ടറീസ്: പെൻഗംഗ, വൈൻഗംഗ, ശബരി, ഇന്ദ്രാവതി, പൂർണ്ണ, വർധ, പ്രാവണ, മഞ്ചീര. ഏതൊക്കെയാണ്? പെൻഗംഗ. അപ്പം നമ്മൾ പറഞ്ഞു ഗോദാവരിക്ക് ദക്ഷിണഗംഗയാണെന്ന്. അത് വെച്ചൊന്ന് കണക്ട് ചെയ്യുക. പെൻഗംഗയും വെയിൻഗംഗയും. ഗംഗ ഉണ്ടല്ലോ ദക്ഷിണഗംഗയിൽ. പെൻഗംഗയും വെയിൻഗംഗയും. പിന്നെ ശബരി, ഇന്ദ്രാവതി. നമ്മൾ ശബരിയിലും ഇന്ദ്രാവതിയിലും നമ്മൾ ഗോദാവരിയിലോട്ട് പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ പൂർണ്ണ, വർധ, പ്രാവണ, മഞ്ചീര. പ്രാണഹിതയും ഗോദാവരി നദിയുടെ ട്രിബ്യൂട്ടറിയാണ്. പ്രാണഹിത. ഗൗതമി ഗോദാവരി എന്നും വസിഷ്ഠ ഗോദാവരി എന്നും പറയുന്ന 2 പോഷക നദികൾ കൂടെ ഉണ്ട്. ഏതാണ്? ഗൗതമി ഗോദാവരി എന്നും വസിഷ്ഠ ഗോദാവരി. 2 പേര്, ഗൗതമിയും വസിഷ്ഠൻ എന്ന് ഓർമ്മിച്ചാൽ മതി. വലുപ്പവും പഴക്കവും പരിഗണിച്ച് വൃദ്ധഗംഗ എന്ന പേരിലും അറിയപ്പെടുന്നു. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. ഗോദാവരി നദിയുടെ ദൈർഘ്യത്തെയാണ് 1465 കിലോമീറ്റർ. 1465 കിലോമീറ്ററാണ് ഗോദാവരി നദിയുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ട്രിബ്യൂട്ടറീസ് ഏതാണ്? പെൻഗംഗ, വെയിൻഗംഗ, ശബരി, ഇന്ദ്രാവതി, പൂർണ്ണ, വർധ, പ്രാണഹിത, പ്രാവണ, മഞ്ചീര. ഗൗതമി ഗോദാവരി എന്നും വസിഷ്ഠ ഗോദാവരി എന്നും ഇതിൻ്റെ പ്രധാന പോഷക നദികളാണ്. വൃത്തഗംഗ എന്നറിയപ്പെടുന്നതും ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നതും ഗോദാവരി നദിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.